ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിങ്ങൾ എത്രത്തോളം സേഫാണ് എന്നെനിക്കറിയില്ല. എന്തായാലും വിഷുനാൾ മുതൽ ഞാൻ ഒട്ടും സേഫ് അല്ലായിരുന്നു കേട്ടോ. എനിക്ക് പനി, ജലദോഷം, തൊണ്ടവേദന, ശരീരവേദന എന്നിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടാവുകയും ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്തിട്ട് റെസ്റ്റിലായിരുന്നു. ഇതൊന്നും മിണ്ടാൻ പോലും വയ്യ. ഉള്ള വീഡിയോസ് എഡിറ്റ് ചെയ്തിടാൻ പറ്റണില്ല. ഒക്കെ പോട്ടെ, എനിക്ക് പനിയാണ്, വീഡിയോസ് വൈകുമെന്ന് ഒരു പോസ്റ്റ് പോലും ഇടാൻ വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് വീഡിയോസൊന്നും ഇല്ലാതിരുന്നിരുന്നത്. അപ്പോൾ നമ്മളെന്താ പറയുക, ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ധാരാളം വെള്ളം കുടിക്കാനും അല്ലെങ്കിൽ അതുപോലെയുള്ള ഭക്ഷണങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒട്ടും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ അടുത്ത് പോകാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശീമക്കൊന്ന കൊണ്ടുള്ള ഒരു പച്ചിലവളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അറിയാലോ, ശീമക്കൊന്ന നല്ല കാലിത്തീറ്റയാണ്, അതുപോലെ തന്നെ നല്ല പച്ചിലവളമാണ്. പച്ചിലവളങ്ങളിൽ ഏറ്റവും മുന്തിയത് നമ്മുടെ ശീമക്കൊന്നയുടെ വളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേലിപ്പടർപ്പിലുള്ള ശീമക്കൊന്നയിലകൾ ഒരുപാട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഇതുപോലൊരു പഴയ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ ഇങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് വളരെ കനം കുറഞ്ഞ തളിര് തണ്ടൊക്കെ ആണെങ്കിൽ അതിലിടാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മളത് നെകക്കെ വെള്ളം ഒഴിച്ച് കുത്തി അമർത്തി വെള്ളം ഒഴിക്കും മുമ്പ് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഞെരടി പൊട്ടിച്ച് ഇടുന്നത് നല്ലതാണ് കേട്ടോ ഈ ഇലകളെ. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രം വളരെ ഭദ്രമായിട്ട് മൂടി വെക്കാം കേട്ടോ. നമുക്കൊരു 5-10 ദിവസം കഴിഞ്ഞിട്ട്, 10 ദിവസം തന്നെ എന്തായാലും വേണം. 10-12 ദിവസം കഴിഞ്ഞിട്ട് തുറന്നാൽ നമുക്ക് നല്ല അരിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ പച്ചിലവളം കിട്ടും കേട്ടോ. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യണ നേരത്തെ വേണമെങ്കിൽ ഈസ്റ്റ് ചേർക്കാം. നമുക്ക് ഒരു 2-3 മൂടി ഈസ്റ്റ് ചേർക്കാം. ഇല്ലെങ്കിൽ ഒരു നമ്മുടെ ഹാൻഡ് ഫുള്ള് ചാണകം ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യുക. ഞാനിതിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ ഏകദേശം വയ്യാണ്ടൊക്കെ ആയി, ഒരു വയ്യായുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ കുത്തി അമർത്തി ഞെരടി ഇതുപോലെയൊക്കെ ആക്കിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക ചെയ്ത് വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിരുന്നാലും നമുക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള വളം തന്നെയാണ് കിട്ടിയത് കേട്ടോ. നല്ല ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ടുള്ള സ്ലറി തന്നെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. പണ്ടൊക്കെ വേലികളായിരുന്നു അധികം, ജൈവ വേലികൾ. ഈ ശീമക്കൊന്ന, കരിശ്, രാമച്ചം അങ്ങനെയുള്ള മൈലാഞ്ചി അങ്ങനെയുള്ള ചെടികളായിരുന്നു അധികവും വേലിക്കൽ ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ ആ സ്ഥലങ്ങളൊക്കെ പകരം ഷീറ്റായി, മതിലായി അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നു. ഇതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. ഈ വക സാധനങ്ങൾ നമ്മൾ വേലിയിൽ വെക്കുന്നത് കൊണ്ട് മണ്ണൊലിപ്പ് ഉണ്ടാവണില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പച്ചില വളങ്ങളായിട്ട് എടുക്കാൻ പറ്റാവുന്നത് അങ്ങനെ എടുക്കുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും ഗവൺമെൻറ് നമ്മുടെ ശീമക്കൊന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2022 ഒരുപാട് ശീമക്കൊന്നകൾ വിതരണം ചെയ്യുകയും ആളുകൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വളം മാത്രമല്ല കേട്ടോ, നല്ലൊരു കീടനാശിനിയും കൂടിയാണ്. നമുക്കിത് കീടങ്ങൾക്കെതിരെ സ്പ്രേ പ്രയോഗിക്കാം. വള്ളത്തിന് പകരമായിട്ട് വളം ആണെങ്കിൽ ഇത് നമ്മൾ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 12 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എടുത്തത് കേട്ടോ അത്. അപ്പോൾ അതാ അരിച്ച് എടുത്തു, അതിൻ്റെ പിണ്ടം മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, ചാണാപ്പച്ച കളറിലുള്ള, ഡാർക്ക് ചാണാപ്പച്ച കളറിലുള്ള ഒരു സ്ലറിയാണ് നമുക്ക് കിട്ടുക കേട്ടോ. നമ്മളതിനെ ഒരു 5 മടങ്ങ് വെള്ളം ചേർത്തിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. ഈ ബോട്ടിലേക്ക് ഞാൻ എടുക്കുന്നുണ്ടോ, നല്ല രൂക്ഷഗന്ധമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വളങ്ങളെയും വെല്ലും, അത്രയും നല്ല വളമാണ്. കണ്ടില്ലേ, ഇത് നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് ഈ സ്ലറി എടുത്തിട്ട് 5 ഗ്ലാസ് വേറെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ചാണപ്പച്ച കളർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയും പവർ ഉണ്ട് അതിന്. അതുപോലെ തന്നെ നമുക്ക് ഈ ശീമക്കൊന്നയുടെ ഇല പൊതയിടാട്ടാ. നമ്മുടെ പച്ചമുളക് തൈ, വഴുതിൻ, എല്ലാ ചെടികളുടെയും കടക്കിൽ ഇത് കുറച്ച് ഇലകൾ ഇതുപോലെ ഉരിഞ്ഞ് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചെറിയ വീഡിയോയുടെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.